12 വർഷത്തെ ജയിൽ ജീവിത കഥ പറയുന്ന പെണ്ണുങ്ങളുടെ ജയിൽ എന്ന പുസ്തകത്തിലൂടെ ശ്രദ്ധേയയായ ലിസി റോസക്കുട്ടി അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സദസ്സ് സാഗൂതം കേട്ടിരുന്നു. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ലിസി റോസക്കുട്ടി തന്റെ പൊള്ളുന്ന ജീവിതകഥ പറഞ്ഞത്. ജയിലിലടയ്ക്കുന്നവരെല്ലാം കുറ്റവാളികളല്ല. നിരവധി നിരപരാധികൾ ഇരുമ്പഴിക്കകത്തുണ്ട്. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ലിസി റോസക്കുട്ടി പറയുമ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ അകത്തളം നിശബ്ദമായി കാതോർത്തു. ചതിക്കപ്പെട്ട് ജയിലിലായ തന്റെ കഥയും ജയിലിനകത്തെ കഥയും പങ്കുവയ്ക്കുമ്പോൾ എഴുത്തുകാരിയുടെ സങ്കടം സദസ്സ് ഏറ്റുവാങ്ങി. 16 വർഷത്തെ വിവാഹ ജീവിതത്തിലെ ദുരനുഭവങ്ങളും ജയിൽ ജീവിതവും പറയുന്ന പുസ്തകം ലിസിയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് കഷ്ടപ്പാടുകൾ തീർന്നു. വയസ്സായ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇനി ജീവിതം. 90 വയസ്സുകാരിയായ അമ്മയാണെല്ലാം. മുഖാമുഖം പരിപാടിയിൽ ലിസി റോസക്കുട്ടി പറഞ്ഞു. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഉപയോഗിച്ചിട്ടില്ലാത്ത മയക്കുമരുന്ന് കേസിൽ വഞ്ചിതയായി ജീവിതത്തിന്റെ നല്ല ഭാഗം ജയിലറയ്ക്കുള്ളിൽ ഹോമിക്കേണ്ടി വന്നു. അസുഖബാധിതയായ അമ്മയെ കാണുന്നതിന് അനുവദിച്ച പരോൾ അവസാന നിമിഷം മറ്റൊരു തടവുകാരിക്ക് നൽകിയതും ഇത് ചോദിച്ചതിന് ജയിൽ അസംബ്ലി വിളിച്ച് തന്നെ അപമാനിച്ചതും ഉൾപ്പെടെയുള്ള അനുഭവങ്ങളാണ് 2 മണിക്കൂറോളം ലിസി പങ്കുവച്ചത്. വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, NH താംസൺ, അഡ്വക്കേറ്റ് M ബിജുകുമാർ, ബിന്ദു രാജു, ഗിരിജ രാധാകൃഷ്ണൻ, ശ്രീരഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.